റിട്ടയേർഡ് SP സക്കറിയ ജോർജ്, അതോടൊപ്പം തന്നെ അധ്യാപികയായ ദീപപ്രസാദ്, സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ബബില എന്നിവർ നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. ആദ്യം സക്കറിയ ജോർജിലേക്ക് പോകുമ്പോൾ, സാർ, നമ്മൾ ദിവസവും വാർത്തകളിൽ നിറയുന്ന ഒന്നുണ്ടാകും. ഗുണ്ട ആക്രമണം, ഗുണ്ടകളുടെ തമ്മിൽ ഉള്ള പോരാട്ടം, അതല്ല എങ്കിൽ ഏതെങ്കിലും ബാറിലോ മറ്റുമൊക്കെ ഗുണ്ടകൾ ആക്രമിച്ചു എന്ന വാർത്ത. അധികമൊന്നും പോകണ്ട, ഈ തിരുവനന്തപുരത്ത് തന്നെ തുടർച്ചയായി ഇത്തരം ഗുണ്ടാ വിളയാട്ടത്തിൻ്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഓപ്പറേഷൻ ഗ്രിപ്പുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് തുടക്കം കുറിച്ച് മണിക്കൂറുകൾക്കകം സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ പിടികൂടാനും സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ കുറച്ചുകൂടി ഊർജിതമാകുന്നു, ആർജവത്തോടെ മുന്നോട്ട് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആർജവത്തോടെ ഓരോ ഇൻസ്റ്റൻസ് വരുമ്പോൾ, പ്രത്യേകിച്ച് VVIPസിനെയും മന്ത്രിമാരെയൊക്കെ ത്രട്ടൺ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഇത് തടകുട എഴുന്നേറ്റ് വയസ്സനായ സിംഹം തളർന്നു കിടന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇരയൊക്കെ പോകുമ്പം എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതുപോലെയാണ് കേരള പോലീസ് കരുതേണ്ടിയിരിക്കുന്നത്. കാരണം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഗ്രിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന ഗ്രിപ്പല്ല, ഇത് സ്ഥിരം ഒരു ഗ്രിപ്പ് ആയിരിക്കണമായിരുന്നു. കേരള പോലീസ് ഉണ്ടായ കാലഘട്ടം മുതലേ എന്നും ക്രിമിനൽസിനെതിരെ ആക്ടിവിറ്റി വേണമായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഇല്ലാതായതിൻ്റെ കാരണം കുറേ കഴിഞ്ഞപ്പോഴേ പോലീസ് ഓഫീസേഴ്സ് വളരെ ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നത് 10th ബാച്ച്, അതിനകത്ത് 193 പേരുണ്ടായിരുന്നു. അവരെ ഭാരതപുത്രർ എന്നാണ് വിളിച്ചിരുന്നത്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ട് ഈ നായ്ക്കുട്ടികളെ എല്ലും കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന പോലെ ക്രൈംസ് കൂടുതലുള്ളത്, ബ്രൈബ് കൂടുതൽ കിട്ടുന്നിടത്തോട്ടൊക്കെ കടിപിടി കൂടി. അപ്പൊ ഇങ്ങനെ കടിപിടി കൂടി വന്നപ്പോൾ അവിടെ പോലീസിംഗ് ആണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവരുടെ ഈ വെൽത്തിനുള്ള ഗ്രീഡാണ് പ്രശ്നം. അപ്പൊ അതിന് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൂട്ടുനിന്നു. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയക്കാർക്ക്, ഇടനിലക്കാർക്ക്, ഈ ഇന്റർമീഡിയറി ബ്രോക്കേഴ്സിനൊക്കെ, പൊളിറ്റിക്കൽ ബ്രോക്കേഴ്സിനൊക്കെ ഇത് വരുമാനമാണ്. നല്ല പോസ്റ്റിംഗ് വാങ്ങിച്ചു കൊടുത്തിട്ട് ചെയ്യുക. ഇപ്പം തന്നെ പുതിയ ഭരണം വന്നു, പോസ്റ്റിംഗ് ഒക്കെ വന്നു. ഈ പോസ്റ്റിംഗ് വന്നപ്പോൾ കുറച്ചൊക്കെ അവർക്ക് ഫേവേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കെങ്കിലും ഇതിനകത്തൊരു തനി പ്രൊഫഷണലിസം വന്നിട്ടില്ല. 3/2017 പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് 3 വർഷത്തിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. മാത്രമല്ല, KT തോമസ് കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറഞ്ഞു എല്ലാവർക്കും മാറ്റി മാറ്റി പോസ്റ്റിംഗ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ലോക്കൽ പോലീസ് വേണം, ക്രൈം ബ്രാഞ്ച് വേണം, സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് വേണം, ഇന്റലിജൻസ് വേണം, വിജിലൻസ് വേണം. ഇതല്ല, നമ്മൾ ചിലർ നോക്കുമ്പം അവരിങ്ങനെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്ത് രാജ്യത്തിന് വേണ്ടി അങ്ങ് സ്വയം സമർപ്പിക്കുവാണ്. അപ്പൊ അവര് സർവീസിൽ കയറിയപ്പോൾ ഉള്ള അവരുടെ വെൽത്തും ഇപ്പോഴത്തെ വെൽത്തും കൂടെ നോക്കിക്കഴിഞ്ഞാലാണ് ഈ പൊതുസേവനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന്. ഞാൻ 26 വർഷം ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറിയെന്നാണ്. ഇടയ്ക്ക് ഒരു ചെറിയ പീരീഡിൽ എന്നെ നിർബന്ധിച്ച് ട്രിവാൻഡ്രം സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായിട്ട് നമ്മുടെ ബാർക്കോഴ കേസ് വന്നപ്പം പോസ്റ്റ് ചെയ്തു. ഞാൻ അതിനും തയ്യാറല്ലായിരുന്നു. കാരണം ലോ ആൻഡ് ഓർഡറിലൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽസ് ഇൻ യൂണിഫോം, അത് 11/7/2012 ഹൈക്കോടതി തന്നെ പറഞ്ഞാണ് പോലീസ് ഫോഴ്സ് ക്യാൻ ഇൽ അഫോർഡ് ക്രിമിനൽസ് ഇൻ ദ റാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിൻ്റെയും ചേർന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചായിരുന്നു. ഇതെല്ലാം ഒരു റിയാലിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോറ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് പോലീസ് ക്രിമിനൽ ആൻഡ് പൊളിറ്റീഷ്യൻ നെക്സസ്. ഇതൊന്നും ആരും മാറ്റാൻ നോക്കുന്നില്ല. അപ്പം ഈ പോസ്റ്റിങ്ങിനകത്ത് തന്നെ ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് പ്രിഫറൻസ് കൊടുക്കണം, പ്രൊഫഷണലി കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്ക് കൊടുക്കണം. അല്ലാതെ ഈ കൈക്കൂലി വാങ്ങിക്കുന്ന കള്ളന്മാർക്ക് വേണ്ടിയിട്ട് നല്ല പോസ്റ്റിംഗ് കൊടുത്താൽ അവര് ക്രിമിനൽസുമായിട്ട് കൊടുക്കും. നമുക്കറിയാം, തീർച്ചയായും അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരുപക്ഷെ ഈ അർജുന്റെ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ വന്നാൽ ഈ പോലീസിന്റെ നീക്കങ്ങളൊക്കെ എന്ത് എന്ന് പോലും അർജുനെ പോലെയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കാം. അങ്ങനെയുള്ള ലിങ്കുകൾ പോലും ഉണ്ടായിരുന്നിരിക്കാം. ഇവിടെ പക്ഷേ വളരെ കൃത്യമായി അർജുന് വേറെ എവിടേക്കും പോകാൻ പറ്റാത്ത തരത്തിൽ വല വിരിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് കണ്ണൂരിലെ അഭിഭാഷകയുടെ ഫ്ലാറ്റിൽ നിന്ന് പിടികൂടിയത് എന്നുള്ളതാണ് വിവരം. അപ്പോൾ അതീവ രഹസ്യമായി ഒരുപക്ഷെ ചില സൈനിക ഓപ്പറേഷനുകൾ എങ്ങനെയാണോ സൈന്യം നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ഈ നീക്കവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇലക്ട്രോണിക്സ് ഇന്റലിജൻസിന്റെ കാലമാണ്. കാര്യം
ഒരു ക്രിമിനല് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഇപ്പം കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ പോകുന്ന ട്രെയിൻ നമുക്ക് കാണാവുന്ന പോലെ തന്നെ മൊബൈൽ ഉള്ളിടത്തോളം കാലം ക്രിമിനലിനെ ട്രാക്ക് ചെയ്യാം. നമുക്കിന്ന് ഏറ്റവും ആവശ്യം ഇവർ മൊബൈൽ ഇല്ലാതെ പോയാൽ എന്ത് ചെയ്യും? അപ്പൊ കേരള പോലീസ് ഡാർക്ക്നെസ്സിലാണ്. ബ്രിട്ടനില് അങ്ങനെയായിരുന്നു അർജുൻ സഞ്ചരിച്ചിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അർജുന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മറ്റെവിടെയോ നിന്ന് ആരൊക്കെയോ നിയന്ത്രിക്കുകയും അർജുൻ വേറെ ട്രാക്കിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് അറിയുന്നത്. അത് സ്ഥിരീകരിക്കാനൊന്നും പറ്റില്ല. അല്ല, അത് തീർച്ചയായിട്ടും പലരും ഇപ്പൊ മോഷ്ടാക്കളൊക്കെ ആണെങ്കിൽ അവര് മൊബൈൽ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. കാര്യം ആ ചെയ്യുന്ന സമയത്തുള്ള റിസ്കേ ഉള്ളൂ. മൊബൈൽ ഉപയോഗിക്കാതിരുന്നാല് ആ സമയത്ത് ചിലപ്പം പിന്നെ കോള് തന്നെ കയറി വന്ന അപകടമാണ്. ഒരു മോഷ്ടാവ് ഒരു വീട്ടിൽ കയറുമ്പം കോള് വന്ന് അതിന്റെ റിംഗ് ടോൺ വെച്ച് വീട്ടുകാർ ഉണരാം. അപ്പം പൊതുവെ ഇപ്പൊ ക്രിമിനൽസ് മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചാണ് അവര് ക്രൈം പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കും. പക്ഷെ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇത് മാറ്റി വെക്കും. നമുക്ക് ആവശ്യം ബ്രിട്ടനില് ഒരു ക്രിമിനലിന്റെ ദേഹത്ത് ചിപ്പ് വെച്ചു, ഡമൽ ചിപ്പ്. നമ്മൾ ഈ ഗുണ്ടാസിന്റെ പേരിലും ഞാൻ 97 ബർഗ്ലേഴ്സ് എക്സ്പോഷർ എന്ന് പറഞ്ഞ് DGPക്ക് ഒരു പ്രോജക്ട് കൊടുത്തായിരുന്നു. കള്ളന്മാരുടെ വീഡിയോ എടുക്കണം. വീഡിയോ എടുത്തിട്ട് ജനങ്ങളെ ഇത് കാണിക്കണം. ഇവർക്ക് മൂവ് ചെയ്യാൻ പാടില്ല. ഇവരുടെ സഞ്ചാര മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഉണരില്ലേ സ്വാഭാവികമായും? ഇതൊക്കെ അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്നു എന്നവർ വലിയ പ്രതിഷേധം ഉയർത്തില്ലേ? അല്ല, നേരത്തെ ഞാൻ പറഞ്ഞു. കാര്യം ലോ അബൈഡിങ് സിറ്റിസന്റെ ഹ്യൂമൻ റൈറ്റ് ആണ് ഇവിടെ പോലീസും നമ്മുടെ നിയമവ്യവസ്ഥയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ക്രിമിനലിനെ അല്ല. ക്രിമിനലിനെ നമ്മൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്താണ് ഈ നാട് ഇങ്ങനെ ആയത്. ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ലോ അബൈഡിങ് സിറ്റിസന്റെ റൈറ്റ്സ് ആണ്, അല്ലാതെ ക്രിമിനലിന്റെ റൈറ്റ് അല്ല. ക്രിമിനലിന്റെ റൈറ്റ് എപ്പോഴും ലോ അബൈഡിങ് സിറ്റിസന്റെ ഐഡിയൽ സിറ്റിസന്റെ റൈറ്റിനെക്കാട്ടിലും ഇൻഫീരിയർ ആണെന്ന് മനസ്സിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരുന്നവർക്ക് ബോധവും വെളിവും തെളിവും വേണം. ഇത് ഇല്ലെങ്കിൽ ഈ ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് വരാം. അഡ്വക്കേറ്റ് ബബില കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബബില, ഇവിടെ ഇതാ സക്രിയ സാർ പറയുന്നത് പോലെ കുറ്റവാളികളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നതിനപ്പുറത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർ കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരാകുന്നവരല്ല. അവർക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെടേണ്ടത്. അത് സൃഷ്ടിക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. ഇവിടെ ഇതാ ഈ അർജുനായെങ്കിൽ പിടിക്കപ്പെടുന്നത് ഒരു അഡ്വക്കേറ്റിൻ്റെ വസതിയിൽ നിന്നാണ് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിടത്തോളം. 9 മണിക്കൂറിലധികമായി അർജുനായെങ്കിൽ അവിടെ തന്നെ തുടർന്നിരുന്നു എന്ന കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് പിടികൂടിയത് എന്നുള്ളതാണ്. ഈ അഡ്വക്കേറ്റ് ഇപ്പോൾ പറയുന്നത് തൻ്റെ കക്ഷിയാണ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എന്നതൊക്കെയാണ്. 9 മണിക്കൂറിലും ആ ചർച്ച അവസാനിച്ചിരുന്നില്ല. അപ്പോൾ ഇത്തരം ക്രിമിനലുകൾക്ക് വേണ്ടിയും ആളുകളുണ്ട്. അത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? നിയമവ്യവസ്ഥയില് പറയുന്ന ഒരു ഭാഗം, അതായത് നമ്മളെ നിയമവ്യവസ്ഥയെ പറയുന്നത് പ്രോസിക്യൂഷൻ ഉണ്ട്, അനദർ സൈഡ് അതിനോട് ഡിഫെൻഡ് ചെയ്യാൻ ഡിഫൻഡൻസ് ലോയറും ഉണ്ട് അല്ലെ. സോ നിയമം തന്നെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ലോയർ ഇപ്പൊ ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ കൺസൾട്ടേഷൻ എത്ര നേരം നീളും എന്നുള്ളത് ആരാണ് തീരുമാനിക്കേണ്ടത്? അവരല്ലേ തീരുമാനിക്കേണ്ടത്. വക്കാലത്തുണ്ടെങ്കിൽ വക്കീല് പറഞ്ഞത് കേൾക്കണ്ടേ നമ്മള്? അപ്പൊ അത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളൂ. കൺസൾട്ടേഷൻ എത്ര നേരം നീണ്ടു എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. പിന്നെയുള്ള ഒരു കാര്യം, സാറ് പറഞ്ഞ പോലെ സാറ് പോലീസ് സംവിധാനങ്ങളെ പറഞ്ഞപ്പം പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ ആണ് ആര് ഉള്ളിൽ കിടക്കണം, എത്ര കാലം ഉള്ളിൽ കിടക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു പ്രോസിക്യൂഷന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. CRPC അനുവദിക്കുന്ന, അല്ലെങ്കിൽ BNSS ആയാലും വന്ന സമയത്ത് വളരെ നല്ലവണ്ണം ക്രമപ്പെടുത്തിയിട്ടാണ് BNSS വന്നിട്ടുള്ളത്. അപ്പൊ പ്രോസിക്യൂഷന് തീരുമാനിക്കാം ഏത് ക്രിമിനൽ എപ്പം കുറ്റപത്രം സമർപ്പിച്ചാൽ, എത്ര ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചാൽ ഈ ക്രിമിനലിന് ഇത്ര കാലം കൊണ്ട് ഇറങ്ങുള്ളൂ എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? പ്രോസിക്യൂഷന് തീരുമാനിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കെ ഡിഫോൾട്ട് ബെയിൽ കൊടുക്കാൻ സാഹചര്യം ഒരുക്കുന്നത് പോലും ഈ പറയുന്ന സാഹചര്യമല്ലേ, പോലീസ് ഒരുക്കുന്നതല്ലേ? അങ്ങനെ പോലീസ് ഇപ്പൊ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നടപ്പിലാക്കി വരുന്ന കാപ്പ ചുമത്തിയിട്ടുള്ള ആളുകളെ പ്രതിരോധം എന്നുള്ള പേരിൽ എടുത്ത് അകത്താക്കിയിട്ട് വരുമ്പം അവിടെ ഒരു ആർട്ടിക്കിൾ 21 ത്രെട്ടൻ ഉണ്ട്. ധന്യായം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഈ വർഷം തന്നെയാണ് 2025 ജൂണിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി
ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്. പബ്ലിക് ഓർഡറിന് എപ്പോഴാണോ അവർ ത്രെട്ടൺ ആയിട്ടുള്ളത്, ത്രെഷോൾഡ് ഫോർ പബ്ലിക് ഓർഡർ rather than law and order. അല്ല, അവിടെ അഡ്വക്കേറ്റ് ബാബില ഈ പറയുന്നത് പോലെ പ്രോസിക്യൂഷൻ ആകട്ടെ എന്തുമാകട്ടെ, ഈ അർജുനായെങ്കിയൊക്കെ ഇത്രയും നാൾ വളർന്നിരുന്നത് കൃത്യമായ രാഷ്ട്രീയ തണലിൽ ആണ്. അവരാണ് ഭരണകൂടങ്ങളായി മാറുന്നത്. അവരെ അനുസരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കേരള പോലീസിന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അവിടെയാണല്ലോ ഈ ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഉണ്ടാവുക. ഇത് ഒരു സർക്കാർ സംവിധാനത്തെയാണ് ഈ അർജുനായെങ്കി വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പിടിക്കാമെങ്കിൽ പിടിക്കൂ എന്ന് പോലീസ് സംവിധാനത്തെ വെല്ലുവിളിക്കുന്നു. താൻ വളർന്ന പാർട്ടി വേറെയാണ്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിരട്ടലൊന്നും വേണ്ട എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ പിന്തുണയാണ് അർജുനായെങ്കിയെ വളർത്തുന്നത്. താങ്കൾ ഈ പറയുന്ന നിയമ സംവിധാനത്തിൽ നീതിയാണല്ലോ ഉറപ്പാക്കേണ്ടത്. തീർച്ചയായിട്ടും നീതി ഉറപ്പാക്കുന്ന ഒരു നിയമ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഈ പറയുന്ന കേസുകളിലും, ഇപ്പം ശൗര്യ സുനിൽ കുമാർ വേഴ്സസ് CBI കേസ് വന്നിട്ടുണ്ട്. അതിൽ ഡിഫോൾട്ട് ബെയിൽ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ, അതായത് ഈ ആർട്ടിക്കിൾ 21 കൺസിഡർ ചെയ്യാതെ തന്നെ ഡിഫോൾട്ട് ബെയിൽ എങ്ങനെ ഒരു മനുഷ്യനെ അകത്തിടാൻ സഹായിക്കും എന്നുള്ളത്, അതായത് ക്രിമിനലിനെ പുറത്തോട്ട് വരാതിരിക്കാൻ എങ്ങനെ സഹായിക്കും. ഒരു പോലീസ് റിപ്പോർട്ട് മാത്രം മതി. അതിന് ഒരു കോപ്പി ഓഫ് ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ചാർജ് ഷീറ്റിന്റെ കോപ്പി അല്ലെങ്കിൽ മറ്റൊരു പേപ്പറോ അതിൽ തള്ളിക്കയറ്റിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു ഗ്രൗണ്ട് ഫോർ അറസ്റ്റ് ഒഴിവാവുന്നില്ല, അല്ലെങ്കിൽ അതൊരു ജാമ്യത്തിന്റെ കണ്ടീഷനിലോട്ട് വരുന്നില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞല്ലോ. 2026 ആ ഒരു ഇതും കൂടി വരുന്നത്. നമ്മൾ അതിനെയൊക്കെ നോക്കി കാണണം. ബഹുമാനപ്പെട്ട കോടതി ക്രിമിനൽസിനെ പുറത്തേക്ക് ഇറക്കേണ്ടതില്ല എന്ന് പറയുന്നിടത്തും നിയമ സംവിധാനങ്ങള് സുരക്ഷിതമാക്കാനുള്ള നിയമങ്ങള് അതായത് ഈ അർജുനെ പോലെയുള്ളവർ ഇപ്പോഴും, അതായത് 23 കേസുകളുണ്ട്. പോലീസിനെ അടക്കം ഭീഷണിപ്പെടുത്തുന്നു, ഒന്നിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ സംരക്ഷണം ലഭിക്കപ്പെട്ടിരുന്നു. നേരത്തെ കാപ്പയൊക്കെ ചുമത്തപ്പെട്ടിരുന്നതാണ്, പിന്നീട് അത് ഒഴിവാക്കപ്പെടുന്നു എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഭരണകൂടങ്ങളുടെ പ്രശ്നം തന്നെയാണിത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത്. നമുക്ക് കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട്. അതനുസരിച്ച് ജനങ്ങളുടെ സ്വത്തിന് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഭരണകൂടങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ നിയമമുണ്ട്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താത്തത് തന്നെയാണ്. അതും പോലീസിന്റെ വീഴ്ച തന്നെയാണ്. നമുക്കറിയാം കേരള പോലീസിന്റെ അത്രയും നല്ല പോലീസ്, അതായത് ഈ പറയുന്ന അർജുനായെങ്കി ഇത്രയും ദിവസം വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സംവിധാനത്തിലുള്ള അവരുടെ കഴിവുകേടല്ല ഒരിക്കലും. കേരള പോലീസ് നമ്മളുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഉന്നതരും കഴിവുള്ളവരും ഇരിക്കുന്ന പോലീസ് സംവിധാനമാണ്. മൊബൈൽ ഉപയോഗിക്കാതെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രതികൾ എങ്ങനെ നടന്നാലും അതിനെ പിടിച്ചു കൊണ്ടുവരാൻ എവിടുന്നായാലും അങ്ങേ അറ്റത്ത്, ഇന്ത്യയുടെ അറ്റത്തോ ലോകത്തിന്റെ അറ്റത്തോ പോയിട്ട് പിടിച്ചു കൊണ്ടുവരാനും കഴിവുള്ളവർ തന്നെയാണ് ഈ പറയുന്ന. തീർച്ചയായും അധ്യാപിക കൂടിയായിട്ടുള്ള ദീപപ്രസാദും ചേരുകയാണ്. ബാബില, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ദീപപ്രസാദ് കൂടിയുണ്ട്, ചേരുന്നു. നേരത്തെ ADGP P. വിജയൻ ന്യൂസ് 18നോട് പറഞ്ഞത് ഈ അർജുനായെങ്കി ഹീറോയാണോ സീറോ ആണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്നുള്ളതാണ്. അതിപ്പോൾ അറിയാനൊന്നുമില്ല, ഇവരൊക്കെ ബിഗ് സീറോകൾ തന്നെയാണ്. എങ്കിലും ഈ സീറോകളെയൊക്കെ ഉയർത്തിപ്പിടിക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനുമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകളുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ മറുഭാഗത്തെ കണക്കാക്കുമ്പോൾ ഇത് തുലോം തുച്ഛമായ ഒരു വിഭാഗം തന്നെയാണ്. പക്ഷേ ഇവരാണ് ഇത്തരക്കാർക്ക് വലിയ ആത്മവിശ്വാസമൊക്കെ നൽകുന്നത് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായി വരുന്നത് ദീപപ്രസാദ്? തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായിട്ടുള്ള ഒരു വിഭാഗം നമ്മുടെ വിദ്യാർത്ഥികളാണ്, നമ്മുടെ കുട്ടികളാണ്. നെല്ലേത് പതിരേത് എന്ന് അവർക്ക് തിരിച്ചറിയാത്ത ഒരു പ്രായമാണ്. അധ്യാപകരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ടെക്നിക്കലി നമ്മളെക്കാൾ കൂടുതൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഈ കുട്ടികളോടൊപ്പം നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ്. ഇപ്പോ ADGP സാർ പറഞ്ഞതുപോലെ ഹീറോ പരിവേഷം അവർക്കുണ്ട് എന്നത്, അതല്ലെങ്കിൽ അവർ സീറോയാണ് എന്ന് തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ടില്ല. അപ്പൊ തീർച്ചയായും ഇവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന വിധത്തിലുള്ള വീഡിയോകൾ, അതുപോലെ അവരവരുടെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ വളരെ മോശമായി ബാധിക്കുമെന്നും ഈ സിസ്റ്റത്തിനെതിരെ നിൽക്കുന്നവർക്ക്
അതുപോലെ ഗവൺമെന്റിനെതിരെ നിൽക്കുന്നവർക്ക് പോലീസിനെതിരെ സംസാരിക്കുന്നവർക്കൊക്കെ ഒരു ഹീറോ പരിവേഷം തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സിലുള്ളത്. അപ്പൊ തീർച്ചയായും ഇന്ന് ADGP സർ പറയുന്നുണ്ടായിരുന്നു, വിജയൻ സർ പറയുന്നുണ്ടായിരുന്നു, ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് കമന്റ് ഇടുന്നവരാണെങ്കിലും പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും കർശന നടപടിയെടുക്കും. അത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ചും ഈ നടപടി എടുത്ത് കാണിച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് അതിൽ ഒരു ബോധ്യം ഉണ്ടാവുകയും അവരെ ഇനി നമ്മൾ ഈ പറയുന്ന ആൾക്കാരാണെങ്കിൽ തന്നെയും ഗുണ്ടകളാണെങ്കിൽ തന്നെയും ഒരു കാലത്ത് നന്മയുടെ പാഠങ്ങൾ അധ്യാപകർ പകർന്നു കൊടുത്ത വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. പക്ഷെ അവരുടെ സാഹചര്യം അവരെ തെറ്റിലേക്ക് നയിച്ചു. ഒരിക്കലും ഇനിയുള്ള നമ്മുടെ തലമുറ ഇത് കണ്ടുപഠിക്കാൻ പാടില്ല, അവർ ഈ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ദീപപ്രസാദ്, ഒരു പക്ഷേ നമുക്കറിയാം ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, ഫാസിസം, അതിങ്ങനെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ എന്താണ് ഫാസിസം എന്നൊന്നും ഇവരങ്ങനെ വിശദീകരിക്കാറില്ല. നമുക്ക് ആരെയെങ്കിലുമൊക്കെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്നുവെങ്കിൽ അതാണ് ഒരു തരത്തിൽ ഫാസിസം. അത് കേരളത്തിൽ വലിയൊരു ശതമാനം ആളുകൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു വാഹനവുമായി പുറത്തിറങ്ങിയാൽ ആ വാഹനം മറ്റൊരു വാഹനത്തിൽ തട്ടിയാൽ ഒന്ന് ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും ചോദിക്കാൻ ഇന്ന് സാധാരണക്കാർക്ക് മടിയാകും. കാരണം മറുഭാഗത്തിരിക്കുന്നവൻ അവൻ ഗുണ്ടയാണോ, ക്രിമിനലാണോ, അവൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരാണോ, ഇതൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചു കൊള്ളണം എന്ന ഒരു സാമൂഹിക പശ്ചാത്തലം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ട് കാലങ്ങളായി. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും താല്പര്യമില്ല. ഗുണ്ടകളെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുക, ചില ഗുണ്ടകളെയെങ്കിലും പാർട്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടു നടക്കുക, തീറ്റിപ്പോറ്റുക, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് സർക്കാരിന് പോകാൻ പറ്റുന്നു, ആഭ്യന്തര വകുപ്പിന് പോകാൻ പറ്റുന്നു എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം പല ആളുകളും ധൈര്യത്തോടു കൂടി ഇവിടെ ലഹരി മാഫിയകളുണ്ട്, ഇവിടെ ലഹരി വിൽപ്പനയുണ്ട് എന്ന് നമ്മുടെ പോലീസ് സംവിധാനത്തെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന മറ്റൊരു ദൗത്യവുമായി എത്തുന്നു. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വിജയിക്കുമെന്നൊന്നും കരുതേണ്ടതില്ല. പക്ഷേ ഒരു തുടക്കം കുറിക്കാനെങ്കിലും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നു എന്നത് ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ടോ ദീപ? തീർച്ചയായും അത് അധ്യാപക സമൂഹത്തിന് മുഴുവൻ ഒരു ഉണർവ് നൽകി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ആഭ്യന്തര മന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ആളാണ് ഞാൻ, ഹരിപ്പാടുകാരിയാണ്. ഞങ്ങളുടെ കുടുംബവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു, ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. പറഞ്ഞു വന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ന് അദ്ദേഹവും ചാനലുകളിലൂടെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കും എന്നുള്ളത്. ഇപ്പൊ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത് വളരെ അധികം പ്രതീക്ഷകൾ ഞങ്ങൾക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള സന്ദർഭങ്ങളിലും ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം നമ്മുടെ കുട്ടികളെ, നമ്മുടെ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാർത്ഥികളെ വളരെയധികം സ്വാധീനിക്കും എന്നതുകൊണ്ടാണ്. തീർച്ചയായും സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ സ്വാധീനം നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ ഇങ്ങനെയൊരു നയം, ഇങ്ങനെയൊരു പുതിയ തയ്യാറെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നു. ഇത് മുന്നോട്ട് പോകട്ടെ. നിയമപരമായി എല്ലാ തരത്തിലും ഉള്ള സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാകട്ടെ.